ഞങ്ങൾ അതിന്റെ മരണമരണത്തെ നിരക്ക് ആരും ഞങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അവർ ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർ പോയി അത് ഒരു വഫാദിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. പക്ഷേ അവൻ ഹിന്ദുത്വമായത്തിനെ സഹായിക്കായിരുന്നു. ഹിന്ദുക്കൾക്ക് വല്ല സംഗതിയും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാർത്തം ചെയ്യണം. ഇസ്ലാമില്ലാതെ മുസ്ലിമില്ലാതെ മുസ്ലിം തീയവരെ മുസ്ലിമില്ല പിന്നെന്ത് മുസ്ലിം തീരെ. സമസ്തയിലെ തർക്കത്തിന് പരിഹാരമായില്ല. പാണക്കാട് തങ്ങളുമായി സമവായത്തിലെത്തിയെന്ന ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ അവകാശവാദം സാദിഖ് അലി തങ്ങൾ തള്ളി. വീട്ടിലെത്തി ഖേദം പ്രകടിപ്പിച്ചത് പുറത്ത് പറയണം എന്ന ധാരണ ലീഗ് വിരുദ്ധ വിഭാഗം ലംഘിച്ചുവെന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞു. മാപ്പ് അള്ളാഹുവിനോട് മാത്രമേ പറയൂ എന്നായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ മറുപടി. ഇന്നലെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി സംസ്ഥയിലെ ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത്. പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. പാണക്കാട് തങ്ങളുടെ ഖാസി സ്ഥാനത്തെ ചോദ്യം ചെയ്തതിൽ ഉമർ ഫൈസി മുക്കവും കോഴിക്കോട് ബിഷപ്പിൽ നിന്നും കേക്ക് വാങ്ങി കഴിച്ചത് വിമർശിച്ചതിൽ അമീദ് ഫൈസി അമ്പലക്കടവും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ചർച്ചയിൽ ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ വിമർശനം പൊതുസമൂഹത്തിന് മുന്നിലാണ് നടത്തിയതെന്നതിനാൽ ഖേദപ്രകടനവും പരസ്യമായി തന്നെ വേണമെന്ന് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും നിർദ്ദേശിച്ചു. ഇക്കാര്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമ്മതിച്ചു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ഖേദപ്രകടനം നടത്തിയത് മറച്ചുവെച്ചതാണ് പാണക്കാട് തങ്ങളെ പ്രകോപിപ്പിച്ചത്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആ സംസാരത്തിന്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. എന്നാൽ ഖേദത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. മാപ്പും പറയില്ല. അങ്ങനെ കേരളത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും കേരളം അങ്ങോട്ടും കേരളമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പിന്നെ എന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ? എത്രയല്ലേ ഉള്ളൂ. തുറന്ന് പറയാം. മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആൾ ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതോടെ 23-ന് നടത്താൻ തീരുമാനിച്ച തുടർ സമവായ ചർച്ചയും പ്രതിസന്ധിയിലായി. ലീഗ് വിരുദ്ധ വിഭാഗം ധാരണപ്രകാരം ഖേദം പ്രകടിപ്പിച്ചത് പുറത്തു പറഞ്ഞിട്ട് മതി. ഇനി സമവായ ചർച്ചകളെന്നാണ് പാണക്കാട് തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും നിലപാട്.